സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ എന്നിവയുടെ ജൂലൈ മാസത്തിലെ വിതരണ അറിയിപ്പുകളെത്തി. 5 സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അവിവാഹിത പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷനുകൾ, ഇതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ എന്നിവർക്ക് ബാങ്കിന്റെ സുപ്രധാന അറിയിപ്പുകളെത്തി. 65 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തിലെ പെൻഷൻ തുക വിതരണം സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ അർഹത, വിതരണം, മാനദണ്ഡം, മസ്റ്ററിംഗ്, പുതുക്കൽ രീതി എന്നിവ സംബന്ധിച്ചും മൊബൈൽ നമ്പർ അപ്ഡേഷൻ സംബന്ധിച്ചുമുള്ള അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ്. 26.67 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള മുറയ്ക്ക് അക്കൗണ്ടുകളിലേക്കും 24 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്കുമാണ് തുക വിതരണം ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് തന്നെയാണ് തുക എത്തിച്ചേരുക. ജൂലൈ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം വിതരണം ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 3000 രൂപ വീതം ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാവും വിതരണം ആരംഭിക്കുക. ഇതിനോടകം തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ കൃത്യമായ തീയതിക്കുള്ളിൽ സമർപ്പിച്ചിട്ടില്ലാത്ത 2.5 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളും ഇതോടൊപ്പം തന്നെ മസ്റ്ററിംഗിന്റെ ഭാഗമായി മരണപ്പെട്ട നിരവധി ഗുണഭോക്താക്കളും പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തായിട്ടുണ്ട്. പെൻഷൻ ഗുണഭോക്താവിന്റെ മരണശേഷവും ആശ്രിതർ പെൻഷൻ തട്ടിയെടുക്കുന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ ഇവർക്കെതിരെയുള്ള കർശന നടപടിയും ആരംഭിച്ചു. പിഴപ്പലിശയടക്കം ഇതുവരെ കൈപ്പറ്റിയ പെൻഷൻ തുക പൂർണ്ണമായും ആശ്രിതർ തിരിച്ചടയ്ക്കണമെന്നുള്ള നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ എയർ കണ്ടീഷൻ ചെയ്ത വീടുകൾ, ഫ്ലോറിംഗ്, റൂഫിംഗ് എന്നിവ ആധുനിക രീതിയിൽ നടത്തിയിട്ടുള്ള വീടുകൾ, 4 ചക്ര വാഹനമുള്ള വീടുകൾ, 1 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള വീടുകൾ, മറ്റ് പെൻഷൻ ഗുണഭോക്താക്കൾ, വീട്ടിലുള്ള ആളുകൾ എന്നിങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി പുറത്താക്കൽ നടപടി ആരംഭിച്ചിട്ടുണ്ട്. തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കി തയ്യാറാക്കപ്പെടുന്ന ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടി പൂർത്തിയാക്കിയ ശേഷമാകും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം വിതരണം ആരംഭിക്കുക. കൈകളിൽ തുക സ്വീകരിക്കുന്ന 24 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴിയാണ് തുക എത്തിച്ചേരുന്നത്. ഇവർ ബാങ്ക് അക്കൗണ്ട് നമ്പറുകളും പെൻഷൻ ഡീറ്റെയിൽസും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സമർപ്പിക്കുന്ന മുറയ്ക്ക് ഇവർക്കുള്ള പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റി നൽകുന്നതായിരിക്കും. പഴയ പെൻഷൻ ഗുണഭോക്താക്കൾ രജിസ്റ്റേർഡായ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ള അറിയിപ്പുകൾ കൂടി എത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ആധാർ സീഡ് ചെയ്യണമെന്ന് ബാങ്കിന്റെ ഭാഗത്തു നിന്നും നിർദ്ദേശം എത്തിയിരിക്കുകയാണ്. കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതിനാൽ ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡ് ചെയ്യാത്ത ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതല്ല. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്തുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സഹായമായ PM കിസാൻ സമ്മാൻ നിധി യോജനയുടെ അടുത്ത ഗഡു വിതരണ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി 27 ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾ വീണ്ടും ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും എത്തിയിട്ടുണ്ട്. PM കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക പോർട്ടൽ സന്ദർശിച്ച് ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കാവുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങളെയോ കോമൺ സർവീസ് സെന്ററുകളെയോ സമീപിച്ച് ഗുണഭോക്താക്കൾക്ക് ഈ KYC പൂർത്തിയാക്കാം. 2018 വർഷം മുതൽ സ്വന്തമായി കൃഷിഭൂമിയുള്ള ഗുണഭോക്താക്കൾക്ക് ഇതുവരെയും അപേക്ഷ വെച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷ വയ്ക്കാവുന്നതാണ്. 2018 കരമടച്ച രസീതിന്റെ കോപ്പി ഇതിനായി ഉപയോഗിക്കേണ്ടി വരും. കരമടച്ച രസീതിനൊപ്പം റേഷൻ കാർഡിന്റെ പകർപ്പ്, രജിസ്റ്റേർഡായ മൊബൈൽ നമ്പർ, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഉപയോഗിച്ച് കോമൺ സർവീസ് സെന്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് PM കിസാൻ സമ്മാൻ നിധിയിലേക്ക് അപേക്ഷ വയ്ക്കാവുന്നതാണ്. ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് 24ാം ഗഡുവായ 2000 രൂപ വീതം വിതരണം ആരംഭിക്കും. ഓണത്തോടനുബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായങ്ങൾ ഉൾപ്പെടെ പരമാവധി 5000 രൂപ വീതമാണ് ഓരോ വീടുകളിലേക്കും എത്തിച്ചേരുക. കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.